ഇപ്പോൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏതാണ്ട് 25,000-നടുത്ത് വോട്ടുകളാണ് ലഭിച്ചത്. അതായത് സുരേഷ് ഗോപിക്ക് 2021-ൽ 40,000-ത്തിലധികം വോട്ടുകൾ ലഭിച്ച ഒരു നിയോജക മണ്ഡലമാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് 25,000-ആയി കുറഞ്ഞു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 55,000-ത്തോളം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിനർത്ഥം വേണമെങ്കിൽ BJPക്ക് വിജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നല്ല സ്ഥാനാർത്ഥി വേണം. കാരണം പാർട്ടി വോട്ടുകൾക്ക് അതീതമായിട്ട് ഒരു കരിസ്മയുള്ള കൂടുതൽ വോട്ടുകൾ നേടാൻ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ, നിർണായകമായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ നേടാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഇരു മുന്നണികൾക്കും നല്ല വെല്ലുവിളി ഉയർത്താൻ തൃശ്ശൂരിൽ BJPക്ക് സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഏതാണ്ട് 40,000-ത്തിനടുത്ത് വോട്ട് അവിടെ പിടിച്ചിരുന്നു. 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തതെങ്കിൽ പോലും ഭൂരിപക്ഷം അതായത് വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു. P. ബാലേന്ദ്രൻ ഏതാണ്ട് 960 വോട്ടുകൾക്കാണ് ജയിച്ചത്. പത്മജ വേണുഗോപാലിനെയാണ് പരാജയപ്പെടുത്തിയത്. പത്മജ ഇപ്പോൾ BJPയിലുണ്ട്. അതുമാത്രമല്ല സുരേഷ് ഗോപി 4,000-ൽ താഴെ വോട്ടുകൾക്കാണ് 2021-ൽ പരാജയപ്പെട്ടത്. 3-ാം സ്ഥാനത്താണെങ്കിലും നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ BJPക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് 2016-ലെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ B. ഗോപാലകൃഷ്ണൻ 24,000-ത്തിലധികം വോട്ടാണ് പിടിച്ചത്. അപ്പോൾ അവിടെ നിന്ന് വലിയൊരു ജമ്പാണ് സുരേഷ് ഗോപി ഉണ്ടാക്കിയത് നിയമസഭാ ഇലക്ഷനിൽ. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും ഒരു 15,000-ത്തിലധികം വോട്ടുകൾ നേടാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു. അപ്പോൾ ആ ഒരു കരിസ്മ, സുരേഷ് ഗോപിയുടെ ഒരു കരിസ്മ ആവർത്തിക്കാൻ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് ചിലപ്പോൾ സാധിക്കില്ല. സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നല്ലൊരു സ്ഥാനാർത്ഥി തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങുകയാണെങ്കിൽ ഒരു നല്ല പോരാട്ടം, വേണമെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നൊരു പോരാട്ടം BJPക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്.